കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നേരെ പോയിട്ട് ഇവിടെ വീടൊന്നുമില്ലേ? ഇവിടെ വീടൊന്നുമില്ല. ഇവിടെ ഇവിടെ എന്തിനു വീട്? ലെഫ്റ്റ് ലെഫ്റ്റ് ഉപയോഗിക്കണേ. ഞാൻ ഇങ്ങോട്ടോ ഞാൻ കാര്യം പറയട്ടെ. എടാ ഞാനൊരു കാര്യം പറയാം. നമ്മള് അവിടെ ആരോ എന്തോ എങ്ങനെ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മളിവിടെ ജോലിക്ക് വന്ന് സമാധാനമായിട്ട് കുറച്ചു ദിവസം ജീവിക്കാൻ വന്നതാണ്. ആ രീതിയിൽ വേണം നമ്മളെ പെരുമാറ്റം. നമ്മളടുത്ത് ഒരാള് ഇങ്ങോട്ടൊരാള് നമ്മളടുത്ത് ദേഷ്യപ്പെട്ടാൽ പോലും ഞാനൊരു കാര്യം പറയാം. നമ്മൾ വേണ്ടുന്നത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഈ സിറ്റിയിൽ പോയത്. വേണ്ടുന്നത്ര വള്ളിയും അപ്പൊ നമ്മളിവിടെ വന്നെന്നല്ല അറിഞ്ഞാൽ തന്നെ പ്രശ്നം. അപ്പൊ നമ്മള് മര്യാദക്ക് ജീവിക്കുക, മര്യാദക്ക് ശാന്തിയും സമാധാനമായിട്ട് വരിക, ഇവിടെ പോവുക. അങ്ങനത്തെ പക്ഷേ മാത്രമേ ഉള്ളൂ. എന്നെ വന്ന് അടിച്ചവന്മാരാ ചോദിക്കണ്ടേ? ഏത് ഒരു ചുമല ഡ്രസ് ഇട്ടവനും അത് അടിച്ച ഒരടിയല്ലടാ. നമ്മൾ ഒരു കരണത്തെ അടിച്ച മറുകരണം കാണിച്ചു കൊടുക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. ആണല്ലേ? അപ്പൊ നമ്മൾ ആ പാതയിലാണ് നമ്മൾ ജീവിക്കാൻ പോണേ ഇവിടെ. ഓക്കെ, എന്റെ ഗ്ലാസ് പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്ന എനിക്ക് നല്ല തല്ലി കിട്ടിയതാ വന്നപ്പോ തന്നെ. നമ്മൾ അതായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോണം. അദ്ദേഹം പോകുന്നുണ്ടോ? മിണ്ടാ വരിക, പൊറോട്ട അടിക്കുക, കസ്റ്റമർ സാറെന്ന് വിളിക്കുക, മുതലാളിന്ന് വിളിക്കാണ്ട് കയറി മൈരെന്ന് വിളിക്കല്ലേ, മുതലാളി തന്നെ വിളിക്കണം. അങ്ങനത്തെ രീതിയിൽ നമ്മള് ശാന്തിയുടെ സമാധാനത്തിന്റെ ആരും ചോദിക്കാനും ഇല്ലല്ലേ? ഇല്ലല്ലോ, ഒരു മനുഷ്യനില്ല, ഒരു പട്ടിയും ഇല്ല. വരത്തില്ല. തോക്ക് കിട്ടും നമുക്ക് നമ്മളെ ഉള്ളൂ. ഓക്കെ, തോക്കില്ല. തോക്ക് നിന്റെ തന്തയുടെ സ്ഥലമല്ലല്ലോ ഇത് കയറിയുള്ള തോക്കുകാരൻ. ഇല്ല ഒരു അരിയില്ല. കൊള്ളപ്പന്നി അവരോട് ജീവിച്ചേ ഞാൻ കണ്ട്. 6 തോക്കും കൊണ്ട് ജീവിച്ചത് നീ. ആശാത്തി പോലെ നമുക്കറിയാം. നീ ഒരു ജോലി ചെയ്യാൻ വൈബുള്ള ഡ്രസ്. എനിക്ക് എന്റെ വിഗ് ഒന്ന് പറന്നുപോയി. വിഗ് എടുത്ത് നോക്കണം. തലമുടി എന്തിയെ? അതിപ്പോ വന വഴിക്ക് പോയി പറഞ്ഞില്ലേ, ഹെലികോപ്റ്ററിലാ വന്നേ നമ്മള്. ചന്ദ്രൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോ പിന്നെന്താ എക്സിക്യൂട്ടീവ് ഡ്രസ്സോ? അല്ല, ചായ അടിക്കാനല്ലേ പോണേ? മാനേജർ പഠിക്കുന്നില്ലല്ലോ. കറങ്ങണേ. ഹലോ മുതലാളി, ഞങ്ങളെത്തി. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഔട്ട്ഫിറ്റ്? എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? മുതലാളി ഞാനത് പറയില്ലല്ലോ. അല്ല ഞങ്ങൾ ഓർഡർ ഒക്കെ നിൽക്കുമ്പോ കുറച്ച് നീറ്റ് ആയിട്ട് നിൽക്കാന്ന് വെച്ചാൽ മുതലാളി, കുറച്ച് വാടകയ്ക്ക് എടുത്താണെങ്കിലും കുറച്ച് കാശങ്ങ് ചെലവായെങ്കിലും നമ്മളുടെ കടയുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ ഇത്രയും ഒരുങ്ങണം തോന്നി. അതെ, അതൊക്കെ ശമ്പളം കിട്ടുമ്പോ ഇയാള് നമ്മുടെ കോർണറാണ് കേട്ടോ. ഹലോ നമസ്കാരം മുതലാളി. ഒരാളുടെ പേരെന്താ? രാജു. ഓക്കെ, രാജുബായ് എന്ന് വിളിച്ചോട്ടെ ഞങ്ങള്. അപ്പൊ ഞങ്ങള് ഐശ്വര്യായിട്ട് കൊണ്ട് ഞങ്ങളന്ന് അനുഗ്രഹിക്കണം. ഞങ്ങള് കേറാൻ പോണേ. മുതലാളി ശമ്പളമൊക്കെ എങ്ങനെയാണ്? ശമ്പളമൊക്കെ അതെ മെയിൻ മുതലാളി അല്ലല്ലേ, മുതലാളി കണ്ടാത്തി തന്നാ മതി. അത് കണ്ടറിഞ്ഞു നമ്മള്. അപ്പൊ നീ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ആൾക്കാരെടുത്ത് സംസാരിച്ചിരുന്നാ മതി. അല്ല, ഒരാള് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ നല്ല ക്രൗഡ് വരുന്നുണ്ട്. അല്ല മുതലാളി, ഞാൻ വെള്ളം അകത്ത് ഓർഡേഴ്സ് എന്നൊന്ന് കാത്തോണേ. വരിക മുതലാളി പറയണേ. ഡ്രസ്സുകൾ ഊരിയാ ജോലി ഞങ്ങള് പുറത്തു പോകുമ്പോ ഡ്രസ് ഇട്ടാ മതി.
അകത്തേക്ക് പാത്രം കഴുകാനേ. പാത്രം കഴുകുക. അകത്ത് ഒന്നും വേണ്ട. ഒന്നും വേണ്ട അല്ലേ? 19 പിസ. പിസക്ക് 5 സാൾട്ട് 5 മസാല. എടാ മട്ടൻ എങ്ങനെ പാത്രം കഴുകുന്നേ? ബിരിയാണി കഴിച്ചിട്ട് തുടങ്ങിയല്ലേ? അടിച്ചിട്ട് തുടങ്ങാം. രാവിലെ വേണ്ട വേണ്ട അത് വേണ്ട അത് വേണ്ട വേണ്ട. വേണ്ട അല്ലേ? എടാ നീ അടിക്കുവോ? ഹലോ ഹലോ വരിക വരിക വരിക. വരട്ടെ വരട്ടെ. ഓക്കെ മോലാളി ബിരിയാണിയോ? മോലാളി എങ്ങനെ അടിക്കുവോ ചന്ദ്ര? മുതലാളി അടിക്കാൻ അറിയത്തില്ല. മറ്റേ മെയിൻ മുതലാളി. എടാ, നീ അയ്യോ എവിടെ പോയതാ? നമ്മളെ അല്ല നമ്മളെ എവിടെ പോയതാ? ടൈമിൽ നീ മദ്യപിക്കാറില്ലേ? എവിടെ പോലും ഞാൻ അറിയണം, മനസ്സിലായടാ? നീ എവിടെ പോലും ഞാൻ അറിയണം കേട്ടല്ലോ. ചന്ദ്ര ചെറുതായി സെക്കൻഡ് മോളാണ് അടിക്കുന്നു സെക്കൻഡ് മോളി. ഡേയ്, ഇല്ല ദില്ലി. നമ്മളെ ഡ്യൂട്ടി ടൈമിൽ മദ്യപിക്കാറില്ല. കേട്ടാ ഡേയ്. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. നമ്മള് ക്ലീൻ മുതലാളി ഇല്ല മദ്യപിക്കാറില്ല. ഞങ്ങള് 2 അടിക്കാറുണ്ട്. പക്ഷെ സാധനം കുപ്പി മേടിച്ചായിരുന്നേ, അപ്പൊ അതിങ്ങനെ മാറ്റി വെച്ച. ഇല്ല നമ്മളത് മാറ്റി വെച്ച, ഷെൽഫിലോട്ട് മാറ്റി വെച്ച. അതെ അതെ കുഴപ്പമില്ല. ഓക്കെ ഞങ്ങള് മട്ടൻ ബിരിയാണി 2 അടിക്കാന്ന് വിചാരിച്ച്. എന്റെ കൈ മട്ടൻ ബിരിയാണി. പൊറോട്ടയിലെ അടിക്കുന്നേ. അതന്നെ പൊറോട്ട അടിക്കുന്നുണ്ട്. മട്ടൻ ആദ്യം ഇതെന്താണ്? എടുത്ത്. അതെ എക്സസൈസ് ഫസ്റ്റ്. പിന്നെ ഈ പാത്രം കഴുകണമേ പാത്രം കഴുകാൻ നമുക്ക് എക്സസൈസ് ഉണ്ട്. പ്ലേറ്റ് ഒന്നും പൊട്ടിക്കല്ലേ? ഇല്ല നമ്മൾ അങ്ങനെ ഇല്ല. ബുദ്ധിമുട്ടൊന്നും ഒരിക്കലും ഉണ്ടാക്കത്തില്ല. ആ. മട്ടൻ ബിരിയാണിക്ക് എന്താ വേണ്ടുന്നേ? 10 പോർക്ക്, 5 റൈസ്. ഞാൻ പോട്ടെ. നല്ല മെമ്മറി ആണ് കേട്ടോ. ആ. മറന്നു. ആ ഓക്കെ അതെ എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. ചന്ദ്രൻ ഈ ടയർ എവിടെ വെക്കണ്ടേ? ചന്ദ്രൻ മൊലാളി ഈ ടയർ എവിടെ വെക്കണ്ടേ? ഇത് ആരുടെ ടയറാ? എന്റെ ഇത് വണ്ടി ആ പുറത്തില്ലല്ലോ. ഇത് വാഷ് മെഷീൻ അടിയിരുന്ന അത് വാഷ്. അതെ ഈ വഴി വന്നു, ഈ വഴി വന്നു. 5 പോർക്ക് പെട്ടെന്ന് 5 പോർക്ക് 2 എനിക്ക് റോള് തരുമോ? മറന്നു കളയാ. നല്ല ഓർമ്മയാണല്ലേ. കിട്ടിയില്ലല്ലോ. 10 പോർക്ക് 5 പോർക്ക് സ്റ്റാൻഡേർഡ് ഡിഷ്. 2 സാൾട്ട് 10 പോർക്കാണ്. അപ്പൊ 5 റൈസ്. ഇല്ല യെസ്. ഒന്നുമില്ല ആ അപ്പൊ ഇങ്ങനെയാണ്. ആ ഹലോ സാർ വെയിറ്റർ വരൂ. സത്യം അതെ മുതലാളി ഓർഡർ എടുത്തോട്ടെ മുതലാളി. ആ എടുത്തു. ഓക്കെ അല്ല നിങ്ങളുടെ കൂടെ വന്ന് അടിക്കാവുന്ന ആളെ എന്തുറ്റി ബ്രോ പസിക്കുത് ബ്രോ. ഇല്ല ആളെ ഞാനിപ്പോ വിളിക്കാം. അല്ല ബ്രോ ബ്രോ ഹലോ അതെ സാർ. ചോദിച്ചോട്ടെ. പറയൂ എന്തൊക്കെയാണ് വേണ്ടേ? ഞാൻ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാനാണ്. ഓക്കെ ബ്രോ നമ്മൾ അവിടെ ഇരുന്നാ മതി. നിങ്ങളൊന്ന് ലിസ്റ്റ് ഇത് എടുക്കും. ഇവിടെ നിങ്ങൾക്ക് 4 പേർക്ക് ഇരിക്കാം. ആ ഇവിടെ 4 പേർക്ക് ഇരിക്കാം. ഇതിപ്പോ ഡൗൺ ടു എർത്ത് ആണല്ലോ തേമേ. ഇതിപ്പോ എങ്ങനെ ഇരിക്കും? പീറ്റർ തന്നെ കഴിവറണം. സാർ അവിടെ ഇരിക്കാം. സാർ எனக்கு உட்காந்து பழக்கம் இல்ல சார். எனக்கு ஃபுட் கையில கொடுத்து சந்திரா பேர் என்ன? என் பேர் சந்திரமணி. ചന്ദ്രമണിയാ. ഓക്കെ ഫുഡ് തരീங்களா? തരാം സാർ. അവിടെ ഇരിക്കണം. അവിടെ ഇരുന്ന് ഞാൻ കൊണ്ടുവരാം. ബ്രോ ബ്രോ അവിടെ ഇരിക്കും. ബ്രോ ഹലോ ബ്രോ എന്താ കഴിക്കാനുള്ളേ? സാർ ഞങ്ങൾക്ക് കഴിക്കാനാണ്. ഒരു സെക്കൻഡ്. ഓക്കെ ചിക്കൻ റാപ്പ്. AC ഓണാക്കാതെ കഴിക്കത്തില്ല. പൊന്നെ കൊലയാടി. കഷ്ടപ്പാട്. ബ്രോ എന്താ കഴിക്കാനുള്ളേ? സാർ ഇവിടെ ബീഫ് ബോക്കി ചോയുണ്ട്, ചിക്കൻ റാപ്പ്, ഡ്രാഗൺ ഫയർ, ഫോർച്യൂൺ ഫ്രൈസ്, ജെൻ ടിയസോ, ഡ്രം സ്റ്റിക്, ജാസ്മിൻ ഐസ്ഡ് ടീ. ഇതെല്ലാം ഒന്നാണോ? ബ്രോ ഒന്ന് പയ്യെ പറഞ്ഞു. ഓക്കെ ഞങ്ങളത് അങ്ങനെ പറഞ്ഞ് പഴകിയതുണ്ടേ. ഒരു മിനിറ്റ്. അയ്യേ കുസു
எங்களை food ഇഞ്ച கொண்டு வாடா. മോനെ நீங்களே வச்சுக்கோங்க. പന്ന ഒരു ചന്ദ്ര ഞാനില്ല ചന്ദ്രനല്ലേ വൃത്തിയില്ല. ஒரு dirt സാർ സോറി ഫോർ ദ ഡിലേ. ഓക്കെ ഒരു സെക്കൻഡ് നിങ്ങൾ சார் இது போல வழி ഞാൻ ലിസ്റ്റ് എടുത്താൽ പുറത്തേക്ക് പോണം സാർ. റേഡിയോ സാർ എന്താ കഴിക്കാൻ സാർ കഴിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ചെയ്യാന്ന് പറയാം സാർ. ഇവിടെ Okay. ബീഫ് ആൻഡ് ബോക്ക് ചോയ് ഉണ്ട്, ചിക്കൻ റാപ്പ് ഉണ്ട്, അതുപോലെ നീകൻ ആ ചന്ദ്ര ആരാ സൗണ്ട് ആക്കുന്നത്? ആരാവശ്യം ഉണ്ടാക്കുന്നത് അവിടെ? ഞാനല്ല അകത്ത് Sorry, sorry. പൈപ്പ് ലീക്ക് ആയിക്കോ അതാ. ഓക്കെ ഡ്രാഗൺ ഫയർ, ഫോർച്യൂൺ ഫ്രൈസ്, ജെൻ ടിഎസ്ഒ ഡ്രം സ്റ്റിക്ക്, ജെൻസോ അത് പുതിയ ജെൻസി പിള്ളേരുടെ ഒരു പ്രത്യേക ഫ്ലേവർ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സാർ. ആ ഓക്കെ അടുത്ത ജാസ്മിൻ ഐസ് ടീ. ആ ജാസ്മിൻ ഉണ്ട്. ജാസ്മിൻ നമ്മുടെ ജാസ്മിൻ ചേച്ചിയുടെ ഇത് സ്പെഷ്യൽ ഒരു ഐസ് 8 ടീ ആണ്. ജാസ്മിൻ എനിക്ക് 8 ഓക്കെ. പിന്നെ എനിക്കും വേണം ഓക്കെ, നിങ്ങൾക്ക് സെൽഫ് സർവീസ് ആണ് സാർ. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓർഡറെല്ലാം ഞങ്ങൾ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് വന്നിട്ട് കളക്ട് ചെയ്യുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ആ വരാം 10 ജാസ്മിൻ എടുത്തു 10 ജാസ്മിൻ. ഓക്കെ, സ്പെഷ്യൽ ബർഗർ ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, ലൈസോഡ, പിസ്സ സ്ലൈസ്, മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി, 10 മട്ടൻ ബിരിയാണി. സാർ വോണ്ടൻ സൂപ്പ് ഉണ്ട്, വോണ്ടൻ സൂപ്പ്. അതെന്താ അതെങ്ങനെ ഉണ്ടാക്കുന്ന സൂപ്പ്? അതായത് ഈ അതെ, ഒട്ടകത്തിന്റെ അതായത് വലിയ അധികം പ്രായമില്ലാത്ത ഒട്ടകത്തിന്റെ കാല് നമ്മള് അമ്മിയിലിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിനെ നമ്മള് നല്ല മസാലയും സ്പൈസസ്, നമ്മുടെ ആഫ്രിക്കൻ മസാലയൊക്കെ ഇട്ട് സ്പൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകതര സൂപ്പാണ് സാർ. ഇതാണ് ഈ വോണ്ടൻ സൂപ്പ്. ഈ ഒട്ടകം മുറ്റിയതാണോ? മുറ്റിയല്ല, മുറ്റാത്ത. അതെ. എന്നാ അതിന് 10 എടുത്തേക്ക്. അത് 10. ഒട്ടക പക്ഷിയുടെ മുട്ടയില്ല. ഇവിടത്തെ സാധാരണ നമ്മുടെ നാടൻ കോഴിയുടെ ഇതുണ്ട്, നാടൻ കോഴി പെരട്ട്, നാടൻ കോഴി മുട്ട. നാടൻ കോഴി പെരട്ടുണ്ടോ? പിന്നെ സാധാ അല്ല സാർ, നാടൻ കോഴി പെരട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇത് സാർ വന്ന കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അത് തീർന്നു പോയി. ഉടനെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് മറ്റേ സാധനം ജാസ്മിനെ അങ്ങനെ ജാസ്മിൻ ചേച്ചിയുടെ ഐസ് ടീ. ആ അതെ. വേറെന്താ ഉള്ളത്? വേറെ സ്പെഷ്യൽ ഐറ്റം നിങ്ങൾ സ്പെഷ്യൽ ഐറ്റംസ് എന്താ? സ്പെഷ്യൽ ആയിട്ട് നമുക്കുള്ള സാധനം എന്ന് പറഞ്ഞാൽ പഴംപൊരി ഉണ്ട്, പിന്നെ ഉഴുന്നുവട, നമ്മുടെ നാടൻ ഉഴുന്നുവട, പഴംപൊരി, ഉഴുന്നുവട ഉണ്ടല്ലേ? പിന്നെ ഡ്രാഗൺ കോക്ക് ഉണ്ട് സാർ. ഡ്രാഗൺ കോക്ക് ഉണ്ട്. അത് വലിയ കോക്കാണ് സാർ. അത് കോക്ക് വേണ്ട. ഒന്ന് മാറിയിക്കേ. അത് പാത്രം കഴിഞ്ഞിട്ട് പെട്ടെന്ന്. പിന്നെ നല്ല പിന്നെ പെറോട്ട ആൻഡ് ബീഫ്. ആ പൊറോട്ട ബീഫ് എടുക്കട്ടെ പിള്ളേരെ? 12 പൊറോട്ട ബീഫ് എടുത്തു. 12 പൊറോട്ട. സാർ എത്ര പൊറോട്ട എത്ര ബീഫ് സാർ? എനിക്ക് 5 പൊറോട്ട. അപ്പൊ 8 പിന്നെ 40 പൊറോട്ട എടുത്തു. 10 പ്ലേറ്റ് കറി. ഉറപ്പായിട്ടും. ഷോ സാർ, താങ്ക് യു സാർ. വേറെ ഒന്നും വേണ്ടല്ലോ? ഓക്കെ അല്ലേ? വേറെ ഒന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് വരും. ആ ഓക്കെ. അവനെ കൊണ്ട് അടുപ്പിക്കുക ചന്ദ്രൻ. ഞാൻ കുട്ടിയാൻ അവനവിടെ. ഹലോ, ആരാ? പുള്ളിക്ക് ഫുഡ് കൊടുക്കാൻ പാവം. പൈസ ഇല്ല. ബ്രോ, ഇത് ഞങ്ങള് പുതിയ ട്രൈ ചെയ്ത സാധനം, അതങ്ങോട്ട് തരാം. അതെ ബ്രോ, ഇത് അലോഡല്ല കിച്ചണില്. ഇന്ന് കഴിച്ചു നോക്കൂ. കിച്ചൺ കാണാൻ പറ്റത്തില്ല സാർ, കിച്ചൺ കാണാൻ പറ്റത്തില്ല. നോട്ട് അലൗഡ് ആണ്, പ്ലീസ് സ്റ്റാഫ്. അത് നമുക്ക് അല്ലല്ല, ഹൈജീൻ ആണ്. നിങ്ങൾക്ക് കഴിച്ചിട്ട് അറിയാൻ വേണ്ടിട്ട്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഫീലിംഗ് ഗുഡ്? ആ ഓക്കെ. വിശപ്പ് പറയില്ലേ? ഇറങ്ങി മാറി. ഹലോ സാർ, എന്താ വേണ്ടേ? സാർ കഴിക്കാൻ ഇവിടെ നല്ല ഉഴുന്നുവടയും തൈര് സാധു ഇருக்கு സാർ. സാർ നല്ല ഉഴുന്നുവടയും തൈര് സാധു ഇருக்கு സാർ. സാർ നല്ല ശുദ്ധமான തേങ്ങ എണ്ണയിൽ പോട്ട പഴംപൊരി. എന്താ പഴംപൊരി വേണം? പിന്നെ സ്പെഷ്യൽ വെജ് ആയിട്ടുള്ള ബർഗർ ഉണ്ട് സാർ. സാർ യു വിൽ ലൈക്ക്? ഷുവർ സാർ. സാർ അപ്പൊ ഞങ്ങൾ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സാറിന് ഇവിടെ നിന്ന് ബൈ ചെയ്യാൻ പറ്റും സാർ. ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഇതിനകത്തോട്ട് വെച്ചേരും സാർ. ഫ്രഷ് ആയിട്ട്. ഹലോ സഹോദര,
ആ ഹലോ സാർ വെയിറ്റ് ഫ്രഷ് ആയിട്ട് ഒരു 4 പൊറോട്ടയും കുറച്ച് ബീഫും മേടിച്ചതാ. സ്പെഷ്യൽ ബർഗറിലല്ലോ സാർ ഒരു ഫ്രഷ് second, പൈനാപ്പിൾ sir. ജ്യൂസ് എടുക്കട്ടെ. ഒരു പൈനാപ്പിൾ second. ജ്യൂസ് പൈനാപ്പിളായിട്ട് പൊറോട്ടയും മതിയല്ലേ? ഉണ്ടല്ലോ ചന്ദ്ര ഈ തിണ്ടികളൊക്കെ അവന്റെ കണ്ണാക്കി കുത്തി കൊടുക്കും. 10 പൊറോട്ട അവ അടിക്കാൻ വിളിച്ചാൽ അവിടെ പൊറോട്ട അടിക്കാൻ അവൻ പോയി. എന്നിട്ട് ചന്ദ്ര ഒറ്റക്ക് അടിക്കേണ്ടി വരും കേട്ടാ. ഡീൽ ചെയ്യാൻ വീട്ടിൽ. അതെ സാർ, എക്സ്ക്യൂസ് മീ, എല്ലാവരും ഒന്ന് കിച്ചണാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹലോ. അതെ നമുക്ക് 10 കിലോ ബീഫ് വേണം. ബീഫ് അല്ല സാർ കിച്ചണാണ് സാർ. സാർ നോട്ട് അലൗഡ്. മനസ്സിലായില്ല. ഞാൻ ഒരു 10 കിലോ ബീഫ് ഓർഡർ ചെയ്യണേ. നമ്മുടെ ഇത് ബർഗറിൽ വെച്ചടിക്കാൻ. അല്ലല്ല അതെ ഒരു 10 കിലോ അതെ സ്റ്റോക്ക് ഹലോ സാർ പച്ചമുടി ഈ ബറോട്ട പറഞ്ഞോളൂ. സാർ സ്റ്റോക്ക് ആയിട്ടുണ്ട് സാർ. സ്റ്റോക്ക് ആയിട്ടുണ്ട്. സ്റ്റോർ ആക്കി നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കാം. ഓപ്പൺ മാർക്കറ്റ്. ഹലോ ബ്രോ, എന്നെ 10 പൊറോട്ട എന്റെ 4 പൊറോട്ടയും ബീഫും. സാർ ഉഴുന്നോടെ താഴുണ്ട് സാറേ, താഴുണ്ട്. ഷോപ്പ് തുറക്കാൻ പറ്റുന്നില്ല. ഹലോ ബ്രോ, ബ്രോയുടെ പേരെന്തുവാ? ബ്രോ ഇവിടെ കുറേ പേരുണ്ട്. എന്റെ പേര് ചന്ദ്രമണി. ആ ചന്ദ്രമണി. എന്റെ 4 പൊറോട്ട. ചന്ദ്രനാണ്. ഷോപ്പ് തുറക്കാൻ പറ്റുന്നില്ല. 4 പൊറോട്ട എനിക്ക് കിട്ടിയില്ല. ചിക്കൻ അടിയിട്ടുണ്ട് സാർ, അടിയിട്ടുണ്ട് അവിടെ നിന്ന് മേടിക്കാം. തുറക്കാൻ പറ്റുന്നില്ല. കിട്ടി. ചന്ദ്രനെ എവിടെ കണ്ടിട്ടില്ലല്ലോ. ആ ഞാൻ ഇപ്പൊ വന്നോളൂ കുറച്ച്. ഉഴുന്ന് വട. കൊള്ളാം. ഉഴുന്ന് വട സാർ ഇരുന്ന് കഴിക്കണം. പഴംപൊറി. സാർ ലൈറ്റ് കട. സാർ ലൈറ്റ് കട മൊത്തം ഉണ്ട്. പിന്നെ സിഗയില്ലേ? സിഗരറ്റ് ഈസ് നോട്ട് അലൗഡ്. സോറി, ഇത് അലൗഡ് അല്ല. ഇവിടെ അലൗഡ് അല്ല. എനിക്ക് ബീഫ് കിട്ടിയില്ല, പൊറോട്ട ബീഫ് ഇവിടെ നിറച്ചിരിപ്പുണ്ട്. ഒന്നുമില്ല, ഞാൻ കാണിച്ചുതരാം. സാർ ഇവിടെ ഞങ്ങൾ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കിയാൽ ഇതിൻ്റെ അകത്ത്. അതെ നോക്കിയോ. അതെ മുതലാളി ഒന്നവർക്ക് പറഞ്ഞു കൊടുക്കാവോ മുതലാളി? ഹലോ ചന്ദ്ര ബ്രോ, ഒരു ഓറഞ്ച് ജ്യൂസും കൂടെ 2 ജാസ്മിൻ ടീ മതിയോ സാർ? അല്ല, ഓറഞ്ച് ജ്യൂസ് മതി. ഓറഞ്ച് നമ്മൾ പറിക്കാൻ പോയിട്ടുണ്ട് മരത്തിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് മതിയോ? അത് കഴിഞ്ഞിട്ട് മതി, അവസാനം മതി. പറിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അടിച്ച് ബ്രോ ആണെങ്കിൽ ഉഴുന്നോണ്ടുണ്ടാക്കിയേ. അതെ മൊരിഞ്ഞ് തോളയൊക്കെ കറക്റ്റ് അളവിനാ ബ്രോ ചെയ്തേക്കണേ. കൊള്ളാം കേട്ടാ. എണ്ണ ചൊവയൊന്നും ഇല്ല കേട്ടോ. ഹലോ ചന്ദ്രൻ ബ്രോ, അടിച്ച് കുപ്പിയിലേക്ക് തന്നാ മതി. പിന്നെ ബ്രോ ഇതെന്താ നിങ്ങള് ബറോട്ട വേണം, കുപ്പി വേണം, ഇത് സാർ നമുക്ക് ഗൂഗിൾ റിവ്യൂ തന്നെ എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് റിവ്യൂ അവിടെ മുതുക്കിലൊന്നും എല്ലായിടത്തൊന്നും പറയണേ. എന്റെ പേര് ചന്ദ്രൻ. ഇതാണ് മുതലാളി. മുതലാളി ഇല്ല കുക്ക് ഫുഡ് കൊള്ളാം കേട്ടോ ബ്രോ. മുതലാളി കൊള്ളാം. മുതലാളി ഫുഡ് കൊള്ളാം. ബീഫൊക്കെ വല്ല മൃദു പോലെ ഇരിപ്പുണ്ട്. നല്ല ശരിക്കും പൊറോട്ടൊക്കെ വല്ല ഫ്ലഫിയോ? നല്ല സോഫ്റ്റ്, വലിക്കുമ്പോഴൊക്കെ ഇരിക്കുന്നു. ഓ അതൊക്കെ അത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഒരു ഇതാണ്. എക്സ്ട്രാ ഒരു ആഡിങ്സ് കൈപ്പുണ്യാണ്. കൈപ്പുണ്യാണല്ലേ? നമ്മളിങ്ങനെ ഓർഡർ വന്നാ തരോ? വീട്ടിൽ ഡെലിവറി ചെയ്യോ? വീട്ടിൽ ഡെലിവറി. ഓക്കെ സാർ, അപ്പൊ നിങ്ങൾ പോയിട്ട് എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ്. ഹലോ സുഹൃത്തെ, ഒരു സെക്കൻഡ്. അല്ല സാർ എന്ത് പറ്റി? സാൾട്ട് ഇല്ല, വടയിல സാൾട്ട് ഇല്ല, നോ വാട്ടർ, ரொம்ப 6 നമ്പർ இருக்கு, നോ ഹാർട്ട്. സാർ ഇത് നല്ല ശുദ്ധമായ നമ്മളെ നാടൻ എണ്ണ നമ്മള് തെങ്ങി കയറി പറിച്ച് ഇട്ട തേങ്ങയില് അരച്ച് ആട്ടിയ എണ്ണയിൽ ഉണ്ടാക്കിയ. സാർ ഇത് കഴിച്ചു നോക്കിയാ സാർ പ്ലീസ് സാർ വെയിറ്റ് സാർ 1 സെക്കൻഡ്. ഞാൻ സാർ ഇത് ഇഷ്ടപ്പെടും, കൺഫേം. 1 സെക്കൻഡ്.
എന്തൊരു 0 റിവ്യൂ കൊടുക്കുമെന്ന് പറഞ്ഞ സാർ പച്ചമുടിച്ചേട്ടാ പേരെന്താ പച്ചമുടിച്ചേട്ടന്റെ? സാറിന്റെ ഐഡി എന്ന് പറയൂ. സാറിന്റെ പേര് നീകൻ സാർ. ID 187. നീക്കൻ. ആ, നല്ല പേര്. സാർ இந்த ഉഴുന്ന് വട സാർ ഒന്ന് കഴിച്ച് പാറ്. ഏതെങ്കിലും കുടുംബത്തിലുണ്ടോ? ഇല്ല സാർ നമ്മുടെ കുടുംബത്തിലുണ്ട്. ഇല്ല കുടുംബത്തില്ല. ஐயோ செம்ம டேஸ்டா இருக்கு இது. സാർ அதுதான் நான் சொன்னேன். സാർ അത് കഴിച്ചപ്പോ നമ്മ ഒരു 100 വട ഇടുമ്പോ ഒരു വട ചിലപ്പോ എന്തേലും പറ്റും സാർ. അതെ അത് അങ്ങനെ നമുക്ക് ആയിപ്പോ നമുക്ക് മിസ്റ്റേക്ക് പറ്റും. അണ്ണ ഇവിടുത്തെ വടം നല്ല വീർക്കണ്ണേ. പേസ് പേസ് കാങ്കണ്ണേ. ஓ சரி സാർ சொல்றேன். ഞാൻ കസ്റ്റമറിനെ സംസാരിച്ചോട്ടെ സാർ. സംസാരിച്ചോ. ഓക്കെ അപ്പൊ സാർ അന്ത വട தான் സാർ കഴിച്ചതെന്ന് തോന്നുന്നത്. സോ അതിന്റെ കാശ് പേ பண்ணണ്ട, ഞങ്ങൾ റീഫണ്ട് ചെയ്യാം. ஓகே ரீஃபண்ட் செய்தா சார். அது 1 லட்சம் ரிட்டர்ன் செய். 1 ലക്ഷം അല്ല സാർ, 1 ലക്ഷം രൂപയോ? ഒരു വടക്ക് വരുന്നത് നമുക്ക് 1000 രൂപ കണ്ടു കൊടുത്തു പിടിച്ച് ചന്ദ്രൻ ബ്രോ. 350 തിരിച്ച് തരാം സാർ. ഒരു സെക്കൻഡ്. அல்ல சார் எனக்கு வயிறு வலிக்கிற மாதிரி இருக்கு. ഓക്കെ സാർ, ഞാൻ റൗണ്ട് പണി ഒരു 1000 തരാം സാർ. ഹലോ ചന്ദ്രൻ ബ്രോ. இல்ல எனக்கு ரொம்ப வயிறு வலிக்கிற மாதிரி இருக்கு. സാർ ഒരു ഒരു 20 അല്ല സാർ, അത് തോന്നുന്നുണ്ട് സാർ. അത് കുഴപ്പമൊന്നുമില്ല. അത് ജസ്റ്റ് ഒരു നല്ല വെള്ളം കുടിച്ചാൽ മതി സാർ. ஓ சரி. Okay. 1000 கொடுத்தா സാർ 1000 സാർ നമ്മുടെ പുതിയ ഷോപ്പ് സാർ. ஓகே ஓகே. தேஜட்டாங்க. നെഗറ്റീവ് സാർ, നല്ല റിവ്യൂ പറയണം സാർ. நான் ரிவ்யூ பண்றேன். நான் அப்பட போயிட்டு முதுகுல பறஞ்சா மதியோ. പറഞ്ഞ നമ്മള് നെഗറ്റീവും എല്ലാം സ്പോട്ട് ചെയ്തിട്ടുണ്ട് ബ്രോടെ. കസ്റ്റമേഴ്സിനായിട്ടുള്ള സംസാരവും റേറ്റ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എന്തായാലും പിന്നെ നമുക്കേ ഇവിടുത്തെ നമുക്കില്ല കസ്റ്റമേഴ്സിന് വന്ന് മേടിച്ചോട്ടെ. നമുക്കൊരു PDക്കും സിംസിക്കും ഒരു ഓർഡർ ഉണ്ട്. സോറി, നമ്മൾ സിംസും PD ഇല്ലേ ഇവിടുത്തെ, അവർക്ക് നമ്മള് ഡെയിലി ഒരു 40 ഫുഡ് നമ്മൾ എന്തായാലും അടുപ്പിച്ചു കൊടുക്കില്ല. 40 നമുക്കൊരു 50. അത് ഞാനിപ്പോ എണ്ണ എടുത്ത് വെക്കുവായിരുന്നു. അത് എല്ലാം ഓക്കെ അല്ലടാ? കഴിച്ചിട്ട് അതില് മിസ്റ്റേക്ക് പറഞ്ഞത് കഴിച്ചപ്പോ എങ്ങനെയുണ്ട്? കറക്റ്റ് ആണോ? ഞാൻ വിചാരിച്ചു പെട്ടെന്ന് മോഷ്ടിച്ച് കഴിക്കാന്ന്. ഇല്ല അതെ നമ്മുടെ എംപ്ലോയീസിന് കഴിക്കാട്ടോ. നമ്മുടെ എംപ്ലോയീസിന് ഇല്ല നമ്മളങ്ങനെ ഡ്യൂട്ടി ടൈമിൽ കഴിക്കാറില്ലേ. ഓക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. ഇത് കറക്റ്റാണ്. ഞാൻ അപ്പുറത്തുനിന്ന് പോയിട്ട് ചെക്ക് ചെയ്യട്ടെ. അപ്പുറത്ത് കാഷിങ്ങിന്റെ ആണ്. അതെവിടെയാണ് മുതലാളി? ചെക്ക് ചെയ്യണോ ഞാൻ? കണക്കെല്ലാം നോക്കണോ? വലിയ എണ്ണി വെക്കണോ? വേണ്ട അവര് ചെയ്യും. മുതലാളി ഇയാൾ കൂടി നാളെ റോഡ് കൊടുത്തിട്ടുണ്ടെങ്കിലേ ജോലി നാളെ കിട്ടെടുത്താ ജോലി അല്ല റോഡില്ല ശമ്പളം കൃത്യമായിട്ട് കിട്ടിയാ മതി. ഞങ്ങളുടെ പെറോട്ട അടിക്കാൻ വേണ്ടി ഒരു പയ്യൻ കൂടി വന്നായിരുന്നേ. ഒരു ദില്ലി. അപ്പൊ ആള് പുള്ളിക്കാരി പെറോട്ട അടിച്ചോണ്ട് നിക്കുന്നുണ്ട്, കാണാനില്ലേ ഇപ്പൊ? ചെറുതായിട്ട് മദ്യപിക്കും. ആള് പക്ഷെ ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനത് എന്തായാലും അത് ശരിയാക്കാം മലയാളി. ഇപ്പൊ നിങ്ങൾ ഒരു 50 ഇല്ലേ? എന്താ 50 സ്പെഷ്യൽ അല്ല സോറി 50 ഡ്രാഗൺ ബർഗറും 50 ലിച്ചും റെഡി ആക്കിക്കോ. പിന്നല്ല എന്തൊക്കെയാ ഞാൻ സഹായിക്കാം. ഇല്ല വേണ്ട, ഞാൻ ചെയ്യാം. ഇതൊക്കെ ചെയ്ത് പഠിക്കണം മുതലാളി. പ്രശ്നമല്ലേ മുതലാളി? ഇതൊക്കെ സിമ്പിൾ അല്ലേ? നീകൻ വരൂ. നീ പറഞ്ഞ ഇല്ല ഞാൻ പറഞ്ഞുതരാം. അല്ല നമ്മള് ഡ്രസ്സേ ചന്ദ്രൻ തുടങ്ങിക്കോളൂ. മാവ് കുഴക്കാൻ ബർഗറിന് എന്തൊക്കെയാണ് വേണ്ടത്? ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? 50 ടാക്കോ. മുതലാളി 50 എന്തൊക്കെയാ? ഒന്നുകൂടി പറയാം മുതലാളി. ഇതാരാണ്? ഹലോ, അതെ ഔട്ട്സ്റ്റേഴ്സിന് ഇവിടെ. ഇത് കിച്ചൺ ആണ്. ഒന്ന് പുറത്തേക്ക് പോണേ ബ്രോ. ഇതാ ഹലോ, വിസിറ്റേഴ്സ് അലൗഡ് അല്ല. ഇത് കിച്ചൺ ആണ്. ഹലോ, ഞാൻ വിസിറ്റർ അല്ല. കസ്റ്റമർ ആണോ? അല്ല ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന. സോറി. നമ്മള് പുതിയ വർക്കേഴ്സ് ആണ്. പഴയ വർക്കേഴ്സ് അറിയിച്ചിരുന്നു. നൈസ് ടു മീറ്റ് യു. Nice to meet you. Hello, my name is Chandran and this is Negan. നിന്റെ വണ്ടി ലോക്ക് ചെയ്യണേ. Okay, thank you. ഇവന് ഇവിടെ വർക്ക് ചെയ്യുന്ന കള്ളന്മാരുള്ളതല്ലോ. ഇവിടെയോ?
മലയാളി ഇവിടെ എത്ര വർക്കേഴ്സ് ഉണ്ട് അപ്പൊ? ഡ്രാഗൺ ബർഗർ. ഓക്കെ ഓക്കെ ഓക്കെ. ഓരോരുത്തരും ഓരോ ടൈം ആയതുകൊണ്ടാണ്. ഡ്രാഗൺ കോക്ക് ബർഗർ. ഡ്രാഗൺ ബർഗർ. ഡ്രാഗൺ ബർഗർ. ഓക്കെ ഡ്രാഗൺ ബർഗർ. പോയിട്ട് ഡ്രാഗൺ ബർഗർ ഞാൻ ഉണ്ടാക്കി സാധനം എടുത്തിട്ട് ലിസ്റ്റ് എടുത്തിട്ട്. ഡ്രാഗൺ ബർഗർ എന്ന് പറയുമ്പോ 50 അല്ലേ? 50 ഡ്രാഗൺ ബർഗറിന് എന്തൊക്കെയാ വേണ്ടേ? 5 ലെറ്റൂസ്. 10 ലെറ്റൂസ്. ലെറ്റൂസ് അടിക്കോ? ചന്ദ്ര ഡ്യൂട്ടി സമയത്തെ അല്ലല്ല ഇന്ന് പറ്റൂല. അല്ല ഞാൻ പറഞ്ഞത് പറ്റൂല. മദ്യപിക്കാനാ 5 സോൾട്ട്. എന്താണ് പ്രശ്നം? ശബ്ദം കേട്ട് ഇവിടെ എന്താ ശബ്ദം അതറിയില്ല അതെ മൊലാളി പൈപ്പ് ലീക്കാന്ന് തോന്നുന്നു മോളെ. അവിടെ എവിടെ കേക്കണേ അതിന്റെ അടിയിൽ എവിടെയാന്ന് തോന്നുന്നു. ചെക്ക് ചെയ്യേണ്ടി അത് തെറ്റിയായിരിക്കും. ഒരു പ്ലംബറിനെ വിളിക്കാം വേഗം. ഞാൻ അടയ്ക്കും. ഇതാരാ ചന്ദ്ര? ഇതാരാ? ഏതാ? ആരാ ഇത്? വർക്കർ ഇവിടുത്തെ അല്ല എന്നെ പോലെ വേറൊരുത്തന്താ ഇവിടെ? എനിക്ക് കാണുന്നില്ല. മാനസിക അത് ഇടയ്ക്ക് ഇങ്ങനെ ഇല്ല പ്രശ്നമൊന്നുമില്ല. ഞാൻ ഫുഡ് ഒന്നും ഉണ്ടാക്കുവാണേ. ഒരു സെക്കൻഡ്. 20 ഡ്രാഗൺ. ചന്ദ്ര ഞാൻ ചെറുതായി. ചന്ദ്ര നിന്റെ ചെറുതാണോ? എന്തോ മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം. ഇല്ല നീ ഓക്കെയാണ്. നിന്റെ ചെറുതൊന്നായില്ല. നീ ഓക്കെയാണ്. അവിടെ ചെന്നിരുന്നോ? റെസ്റ്റ് എടുത്തോ? മലയാളി എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ചെറുതായി മലയാളി. ഇപ്പൊ വലുതായി ഞാൻ. ഇതെന്താ ഇപ്പൊ ഞാൻ പോയി. എന്റെ പണി അവൻ ഇന്ന് കളയും കൺഫേം. ഹലോ സാർ എന്താ സാർ വട കിട്ടിയില്ലേ സാർ? മനസ്സിലായി ചന്ദ്രൻ. സ്റ്റോക്ക് തീരുന്നേ പറയണേ. എല്ലാം കറക്റ്റ് അപ്ഡേറ്റ്. അത് മേടിക്കാൻ പറ്റും. ഇത് കണ്ട ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. കണ്ണു വെച്ച് നോക്കിയേ. ഓക്കെ അങ്ങനെ കൈ പൈസ വേണമെന്ന് പറഞ്ഞു നമ്മുടെ. മനസ്സിലായി. എല്ലാം മനസ്സിലായി. ഞാൻ എല്ലാം പഠിച്ചു വരുന്നുണ്ട്. കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിലേ പിന്നെ നമ്മള് കത്തിക്ക് ഇവിടെ മൊത്തം. ഐ മീൻ നല്ല രീതിയിൽ പണി. സാറോട് ഇരിക്കാ സാർ അല്ല സാർ ഇവിടെ ഇരിക്കാം. ഇവിടെ ക്ലിയർ അല്ലല്ലേ? എന്താ സാധനം കുറവുണ്ടല്ലോ. സാർ വണ്ടിയെല്ലാം ലോക്ക്ഡ് ആണല്ലോ സാർ? പീറ്റർ പാർക്ക് വന്നിരിക്കണ്ട മാട. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. ചെയ്യാനുള്ള എല്ലാം ഒരുമിച്ച് ചെയ്താൽ മതി. ഇത് ഇൻവെന്ററി ഫുള്ളായാലും പിന്നെ കേറിക്കോളും. അങ്ങനെ ഓക്കെ. ഒരു സെക്കൻഡ്. ഡ്രാഗൺ ചിക്കൻ. ഡ്രാഗൺ ഫയർ ആണ്. ഡ്രാഗൺ ഫയർ ബർഗർ. ചന്ദ്രൻ ഓക്കെ. ഫുഡ് അതല്ല 50 ഫുഡ് കയ്യിൽ വെക്കാനാണ്. കയ്യിൽ വെക്കാനാണോ? അങ്ങനെ ചെയ്യാനുണ്ട്. മനസ്സിലായി. അതൊന്നും കുഴപ്പമില്ല. അല്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ 50 ഫുഡ് പെട്ടെന്ന് മേടിക്കും. ഇല്ല ഇറ്റ്സ് ഓക്കെ. പെട്ടെന്ന് ചെയ്യാം. അല്ല ഞാൻ ഒരു 100 ഫുഡ് ഉണ്ടാക്കിക്കോ. എന്നിട്ട് നമുക്ക് 50 സിംസിലും 50 സിംസൊക്കെ കയ്യൊക്കെ നല്ല വേദന മുതലാളി. ഞാനേ ഇത് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് 50 അടിച്ചാൽ മതിയോ? ഓക്കെ. ഞാണെങ്കിൽ ഒരു 50 ഞാൻ കുടിക്കാം. ഞാൻ പോയിട്ട് പ്രമോഷന് പോയാലോ? ഞാൻ ഇവിടെ പോയിട്ട് മുതുകിലൊക്കെ പോയിട്ട് ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞേ. ഇവിടെ ഇങ്ങനെ ഫുഡ് സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മള് പോവുകയില്ല. നമ്മളിവിടെ മൈൻഡ് ചെയ്യലില്ല. ആൾക്കാർ ഫുഡ് മേടിച്ചോണ്ട് പോവാ. അല്ല ഇവിടെ ഇങ്ങനെ നിക്കണം എന്നൊന്നുമില്ല. മനസ്സിലായി. ചന്ദ്ര നമുക്ക് പോയിട്ട് അല്ലേ മുതുക്കി പോയിട്ട് പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. എല്ലാവർക്കും ഒരു ആപ്പിള് വെച്ച.
ഞങ്ങൾ പ്രൊമോഷന് പോയിട്ട് ഞങ്ങൾ നാളെ വരട്ടെ എന്നാ. ഞങ്ങൾ നാളെ ഈ സമയം എത്തിക്കോളാം. ഫോൺ നമ്പർ തരാം. ഫോൺ നമ്പർ തന്നെന്ന് തോന്നുന്നു മുരളിക്ക്. കിട്ടിയോ മുരളി? മുരളിയുടെ നമ്പർ കൂടി തരണ്ട ഫോണിൽ ചാർജ് ചെയ്യാം. ഫോണിൽ ചാർജ് ചെയ്യാം. പിന്നെ വന്നാ മതി. പിന്നെ നമ്മുടെ ഫുഡ് വണ്ടി നമ്മുടെ ബർഗർ ട്രക്ക് ഉണ്ട്, അത് കാണിച്ചു തരാം. മുരളി എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വേണി ട്രക്ക്. ഹലോ അതെ ഇവിടെ ഇത് സാർ ഓക്കെ അല്ലേ ഇപ്പൊ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇതാണ് ട്രക്ക് കേട്ടാ. ഇതാണ് നമ്മ ട്രക്ക് ഇതാണല്ലേ? ഓ അടിപൊളി. അപ്പൊ ഇതൊക്കെ സ്റ്റോക്ക് കൊണ്ടുപോകല്ലേ നമുക്കിത് എവിടെയെങ്കിലും? നമ്മളില്ല ഇവിടെ കണ്ട ഈ ഓപ്പൺ ഗാരേജ് ഉണ്ട്. വണ്ടി എടുത്താ ഇതിന്റെ മേലോട്ട് വരിക. മനസ്സിലായി. അവിടെ എടുത്താ മതി. ഓക്കെ മുതലാളി. അപ്പൊ എല്ലാം മുതലാളിയുടെ മുതലാളി. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. പോയിക്കോ. ഞാനും സാർ അതല്ലെങ്കിൽ ഓക്കെ സാർ. നന്ദിയുണ്ട്. ഹലോ ഹലോ നമ്മൾ ഇറങ്ങണോ നിക്കണോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ സ്കൂട്ടർ നമുക്ക് എനിക്ക് ഇവനെ വലിയ ഇഷ്ടപ്പെട്ടില്ല. അവന് നമ്മുടെ വട ഇഷ്ടപ്പെട്ടില്ല. അവനൊക്കെ കൊടുത്താലാ വട നമുക്ക്. അവൻ ആ മഞ്ഞ ഡ്രസ് ഇട്ടവന് അവന് മാത്രം അങ്ങോട്ട് ഇറങ്ങണില്ല വട. വള്ളിയാട്ടോ അവൻ ആ മഞ്ഞ ഡ്രസ് ഇട്ടവൻ. ഇവിടെ എല്ലാവർക്കും വട ഇറങ്ങി, അവന് മാത്രം ഇറങ്ങുന്നില്ല. എന്ത് ഇറങ്ങാത്തവന്റെ അടിച്ചൊക്കെ കേറ്റി വെച്ച് കൊടുക്കട്ടെ. ഓ നൈസായിട്ട് മുക്കിയാണ്. നമ്മുടെ ആരോഗ്യം നോക്കണല്ലോ. തിരിച്ചു പോകുമ്പോണ്ടല്ല, തിരിച്ചു പോകുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് പോണ്ടേ. മുട്ടയൊന്നും എടുത്തില്ലേ? മുട്ട നിർത്തില്ല. പഴംപൊരി ഒരു പഴം എടുക്കട്ടെ. പഴം പിന്നെ വീട്ടിൽ പോയി ചുട്ടുന്ന കുറച്ച് പോർക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു നിമിഷം പാളിപ്പോയി. ഞാൻ ഒരു ആപ്പിള് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. ചിക്കനാണ്. അവര് നിക്കുമ്പോ ഇങ്ങനെ കഴിക്കല്ലേ? ഇതെങ്ങനെ കഴിക്കും ഞാൻ? അവര് നിക്കുമ്പോ ഒന്നും കഴിക്കല്ലേ? ഇല്ല പെട്ടെന്ന്